ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ജെറുസലേം പനോരമ. ജെറുസലേം തീർത്ഥാടകരെ സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു രംഗമാണ് സെവൻ ആർച്ചസ് ഹോട്ടലിൻ്റെ മുമ്പിലെ പനോരമിക് വ്യൂവിന് വേണ്ടി തീർത്തിരിക്കുന്ന സ്ഥലം. അവിടെ വന്നു നിന്നാൽ പെസഹായുടെ അവസാന ദിനങ്ങളിലെ രംഗങ്ങൾ മുഴുവൻ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ കിട്ടും. ജെറുസലേം നഗരം നമ്മുടെ മുമ്പിൽ പരന്നു നിൽക്കുന്നു. ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ യഹൂദരുടെ കബറിടങ്ങളാണ്. അവിടെ പൂവിനും തിരിക്കും പകരം കല്ലുകളാണ് അവർ വയ്ക്കുക. അതിന് കാരണം കല്ലുകൾ, മണ്ണ്, അത് ജീവനാണ്. ഏരത്സ് ഇസ്രായേൽ, വാഗ്ദത്ത ഭൂമിയാണ് യഹൂദർക്ക് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവർ കല്ലുകളാണ് അതിൻ്റെ മുകളിൽ പറക്കി വയ്ക്കുക. ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സുക്കോത്തിനൊക്കെ അവരിവിടെ വരുമ്പോൾ ഇവിടെയാണ് കൂടാരങ്ങൾ അടിച്ചിരുന്നത്. ജെറുസലേം ദേവാലയത്തിന് 80 മീറ്റർ ഉയരത്തിലാണ് ഇവിടെ നിൽക്കുക. ഇവിടെ നിന്ന് നോക്കിയാൽ ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലം കാണാം. ഇവിടെ നിന്ന് അവർ ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്ന സ്ഥലം. അവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ജെറുസലേം മുഴുവൻ നമ്മൾ ഒരുമിച്ച് കാണുന്നു. സിയോൻ കുന്ന്, സിയോൻ കുന്നിലെ പെസഹ ആചരിച്ച അന്ത്യത്താഴത്തിൻ്റെ ഹാള്, അവിടെ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കെദ്രോൺ തോട് കടന്ന് ഗെത്സമൻ തോട്ടത്തിലേക്ക് വരുന്ന രംഗം. അവിടെ യൂദാസ് ഒറ്റിക്കൊടുത്തതിന് ശേഷം പടയാളികൾ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി വീണ്ടും ഈ കെദ്രോൺ തോട്ടിലൂടെ ഹിന്നോൻ വാലിയിലേക്ക് ചുറ്റി സിയോൻ കുന്നിലേക്ക് കയറുകയും കയ്യാഫാസിൻ്റെ അന്നാസിൻ്റെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗം. അവിടെ നിന്ന് ഗള്ളിക്കാന്തു, പത്രോസ് തള്ളിപ്പറയുന്നതും കോഴി കൂവുന്നതുമായിട്ടുള്ള രംഗങ്ങൾ. അവിടെ നിന്ന് വീണ്ടും പീലാത്തോസിൻ്റെ അരമനയിലേക്ക്, പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗം. ഇപ്പുറത്തെ സൈഡിൽ പ്രത്തോറിയത്തിൽ നിന്ന് വീണ്ടും ഹെറോദ് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന രംഗം. തിരിച്ച് വീണ്ടും പ്രത്തോറിയത്തിൽ വരുന്നു, ചെമ്മട്ടി അടിക്കപ്പെടുന്നു. അവിടെ നിന്ന് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. അവിടെ നിന്ന് 14 സ്ഥലങ്ങൾ കബറിടപ്പള്ളിയിലേക്ക് ചെല്ലുന്നു. അവിടെ കാൽവരിയും ഉത്താനപ്പള്ളിയും. ഈ രംഗങ്ങൾ മുഴുവൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുകൊണ്ട് ഈ പീഡാനുഭവ കുരിശുമരണ ഉത്താനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. തീർത്ഥാടകരോടൊപ്പം നമുക്കും ജെറുസലേം തീർത്ഥയാത്രയിൽ പങ്കുചേരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.